നമസ്കാരം. സിനിമകളുടെ തിരക്കഥകളിൽ പല വില്ലൻ കഥാപാത്രങ്ങളും മറ്റു പല ചേരുവകളും ചേർത്തുള്ള കഥകളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട്. എന്നാൽ സ്വന്തം ജീവിതത്തിൻ്റെ ഏടുകളിൽ താൻ വർക്ക് ചെയ്ത പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു പോകുന്ന സമയത്ത് തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഇതാ നമുക്ക് മുന്നിൽ ഒരു ഗിൽബർട്ട് സർ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിലേക്കൊക്കെ നമുക്കൊന്ന് കടന്നു ചെന്നാലോ, ഒന്നറിഞ്ഞാലോ? ഇപ്പം എന്താ, കൂടുകയല്ലേ എന്നോടൊപ്പം? പോരെന്നേ. സിനിമാ കഥകളെ വെല്ലുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാ സിനിമാ കഥകളെ വെല്ലുന്ന ഒരു കഥയുടെ അനുഭവങ്ങളും ഏറി നമ്മളുടെ മുന്നിൽ ഒരു ഗിൽബർട്ട് സർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ അനുഭവ കഥ നമുക്കൊന്ന് കേട്ടാലോ? അദ്ദേഹം വർക്ക് ചെയ്ത് പോകുന്നത് ക്രൈംബ്രാഞ്ചിലാണ്. അപ്പോൾ നടന്നൊരു സംഭവമാണ് അദ്ദേഹം നമ്മളോട് വിവരിക്കുന്നത്. സന്തോഷം എന്ന് പറയുന്ന പ്രതിയാണ് ഞങ്ങൾ അന്വേഷിച്ചിരിക്കുന്നത്. ആ ഏരിയയിൽ എവിടെ ഉണ്ടെന്നറിയാം. പക്ഷെ അതിനൊക്കെയാണ് എൻ്റെ ഒരു സ്നേഹിതന്റെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് ക്ഷേത്രത്തിൽ ഫോൺ വിളിക്കുകയും ചെയ്തു. സ്റ്റാൻലി എന്നാണ് അവന്റെ പേര്. അവനാണ് ഞങ്ങൾ പ്രീ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചാൽ. അപ്പൊ പഠിച്ചത് മാത്രമല്ല, ആ വീട്ടിലെ മിക്കവാറും മുഖ്യ സന്ദർശകനായിരുന്നു ഞാന്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വീട്ടുകാര് സ്റ്റാൻലിയെ എങ്ങനെ സ്നേഹിക്കുന്നു അതിനപ്പുറമായിട്ടാണ് എന്നെ സ്നേഹിക്കാൻ, എന്നെ സ്വീകരിക്കാൻ. അവര് വീട്ടില് ചുട്ടു തല്ലി തെങ്ങിൽ അടച്ചു വെച്ച കശുവണ്ടി നൽകാനും തൊടിയിലുള്ള തേൻ ചാക്കൂടുന്ന തേനെടുത്ത് അതും ചേർത്ത് ആ കപ്പ വേവിച്ച് നൽകാനും ഒക്കെ അവര് മത്സരമായിരുന്നു. അത്ര സ്നേഹമായിരുന്നു ആ വീട്. അങ്ങനെ ഞാൻ അവധി സമയത്തൊക്കെ മിക്കവാറും അവന്റെ വീട്ടിൽ പോകും. അവരുമായിട്ട് അത്ര അടുപ്പായിരുന്നു. അവന്റെ സഹോദരിയുടെ മകളുടെ വിവാഹം എന്ന് അറിഞ്ഞതുകൊണ്ട് അവിടെ ഒന്ന് പോകണം എന്ന് തീരുമാനിച്ചു. അതോടൊപ്പം ഈ വാറണ്ട് പ്രതി അവരെവിടെയെങ്കിലും ഉണ്ടോ, ഈ കല്യാണത്തിൽ വരുമോ എന്ന് നോക്കുകയും വേണം. അങ്ങനെ വാറണ്ട് ആയിട്ടാണ് ഞാൻ മഫ്തിയിലാണ് പോകാൻ തീരുമാനിച്ചത്. യൂണിഫോമിൽ പോയാൽ വെച്ചതിപ്പം ആരും ആ കല്യാണത്തിന് വന്നിട്ട് ഓടിക്കളഞ്ഞാലും അവരെ കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് പിന്നെ ചെന്ന് പിടിച്ചോണ്ട് വരാം, പോലീസുകാരൊക്കെ തെപ്പിടിക്കാം എന്നായിരുന്നു മനസ്സിൽ കരുതിയത്. ആ ഉദ്ദേശത്തോടെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് തന്നെ ഞാൻ ഊരംപെടുന്ന സ്ഥലത്ത് എത്തി. ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ തൽക്കാലം പോലീസുകാരെ കൊണ്ടുവന്നില്ല, ഞാൻ രഹസ്യമായിട്ട് അന്വേഷിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ അത് കണ്ടെത്തിയിട്ട് ഇവരെല്ലാവരും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവർ അങ്ങനെയാണ് അറിയിച്ചിട്ട് പോകുന്നത്. അപ്പൊ ഊരംപെടുന്ന സ്ഥലത്ത് ജീപ്പ് ഇറക്കിയിട്ട് അവര് തിരിച്ചയക്കുകയും ചെയ്തു. നിങ്ങൾ പോക്കോ, ഞാനൊന്നും അറിയില്ല. അപ്പൊ ആരും അറിയാത്തതുമല്ല. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നോക്കിയപ്പോ സന്ധ്യ കഴിഞ്ഞു. അപ്പൊ ആ സമയം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചുകൂടെ വൈകിപ്പോയി. പക്ഷെ അവിടെ ആ ജംഗ്ഷനിൽ ഒരു പെട്ടിക്കടയും ഒരു ചായക്കടയും ഒക്കെ ഉണ്ട്. 1-2 ആളുകളൊക്കെ നിൽക്കുന്നത്. അപ്പൊ അതിനകത്തൂടെ ഒരു സുക്കേസുമായിട്ട് നടന്നു പോണത് ആരെന്ന് അവരൊക്കെ നോക്കുകയും ചെയ്തു. എന്തായാലും ഞാനൊന്നും അറിയാത്തവരെ അവിടെ നടന്ന് പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് കയറ്റം കയറിയാണ് എനിക്ക് പോകേണ്ടത്. അപ്പം ഇടത്തോട്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോ ആ റോഡ് വെറ്റലൊക്കെ ഇളകി കിടക്കുന്ന കാളവണ്ടികൾക്ക് മേഘിക്കോമയുള്ള റോഡാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെയൊക്കെ എത്ര കാളവണ്ടികളാണ് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ മെറ്റൽ ഇളകി കിടന്ന റോഡാണ്. ആ റോഡിൽ നടന്നു
വെളിച്ചമില്ല, വ്യക്തമില്ല. എന്തും വരട്ടെ എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ തട്ടി വിളിക്കാന്ന് പറഞ്ഞ ഞാൻ നോക്കിയപ്പോഴാണ് ആ വീട്ടിൽ ചോടി തട്ടാൻ പറ്റില്ല. അത് മോനെ കൊണ്ടിട്ടുള്ള കുടിലാണ് അവിടെ ഒന്നെല്ലാം കൂടുതലും. അപ്പൊ മോനെ തട്ടാൻ മടിച്ച് എന്നാലും ചെറിയ വിളിച്ചാനകത്തുള്ളതുപോലെ തോന്നിയോട്ട് വിളിച്ചു. വീട്ടുകാരെ എന്ന് വിളിച്ചു നോക്കി, അനക്കയില്ല. വീണ്ടും അല്പം കൂടെ മാറി നിന്നത് കുറച്ചുകൂടെ വിളിച്ചു. വീട്ടുകാരെ എന്ന് വിളിച്ച് ഭാഗ്യം വെളിച്ചം വെളിച്ചം പോകി വന്നു. ആരാ? ഈ വിൻസെന്റ് സാറിന്റെ വീട് ഇതുവഴിയാണ് പോകേണ്ടത്. അതുവഴി താഴോട്ട് പോയാൽ മതി. അവധി തീർത്തതും വിളക്കടച്ചത് ഒരുമിച്ചത്. അതിന്റെ അർത്ഥം ഇനി ഒരു ചോദ്യത്തിന് അവസരം ഇല്ല. എന്തായാലും താഴോട്ട് പോയാൽ മതി എന്നൊരു തോന്നെങ്കിലും ആ വഴിയുടെ രണ്ട് സൈഡിൽ ഈ പനയോലകൾ കെട്ടിത്തൂക്കിയുള്ള വേലിയിൽ കെട്ടുന്നത് അല്ലെങ്കിൽ കുറദൂര് നടന്നു. എന്തെല്ലാം മൊബൈലിന്റെ വിളിച്ചുണ്ടായിരുന്നു. ഇങ്ങനെ പോയി കുറദൂരിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം മൊബൈലിൻ്റെ വെളിച്ചത്തിലായിരുന്നു പോയിരുന്നതെന്ന് ഓർത്തോളണം. അപ്പോൾ ഈ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം മുന്നോട്ട് നടക്കുമ്പോൾ ഉള്ളിൽ ഭയമുണ്ട്. പനയുടെ ഓലകൾ ആ ഇരുട്ടത്ത് അദ്ദേഹത്തിന് ഭയം ഉളവാക്കി കൊടുക്കുന്നുമുണ്ട്. ഏതോ പ്രേതാലയത്തിൻ്റെ നടുവിലൂടെയാണോ താൻ നടക്കുന്നത് എന്നതും അദ്ദേഹത്തിന് തോന്നിയിരുന്നു. എന്നിട്ടും ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടക്കുകയായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ആ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് തൻ്റെ മനസ്സിലുണ്ടായ ആ സിനിമയെ പോലും വെല്ലുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ അദ്ദേഹത്തിന് വന്നു ചേർന്നു എന്നുള്ളതാണ്. ആ ഇരുട്ടിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എന്തൊക്കെയോ ചില മണം, പാലപ്പൂവിൻ്റെ മണമോ എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ചില ഗന്ധം, ഇതെല്ലാം അദ്ദേഹത്തിനെ ഭയങ്കരമായി ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ കാട്ടിൽ പനയോലകൾ ആടുന്ന ശബ്ദം മാത്രമാണ് അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു സ്ത്രീയുടെ നിഴൽ പോലെ നിൽക്കുകയാണ് അവിടെ. എന്താണോ അല്ലേ? എന്തും വരട്ടെ എന്ന രീതിയിൽ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് പനയോലകൾക്കിടയിൽ മുകളിൽ അങ്ങ് ഇരുട്ടത്ത് നല്ല ഘോരമായ ഇരുട്ടിൽ നിൽക്കുന്ന പനയുടെ ഓലയ്ക്ക് മുകളിൽ ആരോ ഒരു സ്ത്രീ ഇരുന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം. മതിയല്ലോ, തീർന്നു അല്ലേ? ഇതോടുകൂടി നമ്മളുടെ ജീവൻ തന്നെ പോകുന്ന അവസ്ഥയിലായി അദ്ദേഹം. പിന്നെയും സധൈര്യം മുന്നോട്ട് പോകുമ്പോൾ ദേവനയുടെ അടുത്ത മാരണം. സൈക്കിളിൽ വെളിച്ചം വെച്ചുകൊണ്ട് ഒരാൾ സൈക്കിളിൽ വരുന്നു. അതാരടാ? അത് ആരുടെ പ്രേതമാണാവോ ഈ പാതിരാത്രി നേരത്ത് സൈക്കിളേ വരുന്നത് എന്നായി പിന്നത്തെ അദ്ദേഹത്തിൻ്റെ ചിന്ത. വിൻസെന്റ് സാറിന്റെ വീട് അല്ലെയാണോ എന്ന് ചോദിച്ചു. അതിന് മറുപടി അയാളൊന്നും പറഞ്ഞില്ല. കൈ കാണിച്ചിട്ട് എന്താ ആക്ഷൻ കാണിച്ചിട്ട് ഇയാൾ സൈക്കിളിൽ മുന്നോട്ട് വിട്ടുകയാണ്. ഇയാളെ പിന്നെ എന്തായാലും ഇയാളെ പിന്നെ വിൻസെന്റ് സാറിനെ അറിയാതിരിക്കില്ല. എന്റെ കൂട്ടുകാരന്റെ അച്ഛൻ പുള്ളി മാഷായിരുന്നാണ് അവിടെ. അപ്പൊ നാട്ടിൽ മൊത്തം അറിയാം പുള്ളിയെ. വിൻസെന്റ് സാറിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ വിൻസെന്റ് സാറിന്റെ പേര് പറഞ്ഞപ്പോ പുള്ളിക്ക് അറിയാം എന്നുള്ള ധാരണയിലാണ് ഞാൻ കൂടെ നടക്കാൻ നോക്കിയപ്പോ പുള്ളി എന്നെ മൈൻഡ് ചെയ്യാതെ സൈക്കിൾ വിട്ട് ഞാൻ പോവുകയാണ്. ഞാൻ പുറകെ നടക്കാൻ നോക്കിയത് ഒരു ഓല വന്ന് എന്റെ മുമ്പ് അതെടുത്ത് വെക്കുന്ന നോക്കുമ്പോ ഒരു ഓല വന്നിട്ടാണ്. മൊത്തം ഭയങ്കര ഒരു കൂട്ടച്ചിരിയും ബഹളവും പാട്ടും. ഈ പാതിരാത്രി സമയത്ത് അദ്ദേഹം നടക്കുമ്പോൾ തൻ്റെ മുന്നാകെ കൂട്ടച്ചിരി. സൈക്കിളിൽ ഒരാൾ വരുന്നു. അയാളോട് ചോദിച്ചിട്ട് ഒന്നും സംസാരിക്കുന്നില്ല.
അയാൾ കൈയുടെ ആംഗ്യം കാണിച്ചു പോകുന്നു. ഇതെല്ലാം അദ്ദേഹത്തിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. മനസ്സിൽ വിചാരിച്ച് ഇതൊക്കെ ദുഷ്ടജന്തുക്കൾ ജീവിക്കുന്ന സ്ഥലങ്ങളായിരിക്കും, അവരുടെ പ്രലോഭനങ്ങളിലൊന്നും വീഴാൻ നമ്മൾ പാടില്ല. ഒരു പോലീസ് ഓഫീസറല്ലേ മനസ്സിന്റെ ധൈര്യം വരുത്തി നടന്ന് എന്തായാലും ഓടി അയാൾ അടുത്തെത്തി. കൂട്ടുകാരനെന്നറിയും. പിന്നെ ഇത്ര ഈ സമയത്ത് വന്ന് ദേഷ്യം തീർക്കാനെന്നോ സൈക്കിൾ ഒന്ന് വലിച്ചിട്ട് അയാൾ സൈക്കിൾ ഉരുട്ടി നടക്കുകയും ചെയ്തു. ഒരുവിധം അയാൾ അവിടെ നടന്നപ്പോഴേക്കും വഴി ഒന്നാണ്ട് വീട്ടിൽ കണ്ടപ്പോൾ തോന്നി ഇത് തന്നെ കറക്റ്റായിട്ട് വഴിയെന്ന് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇയാളൊരു സൈഡിലോട്ട് സൈക്കിൾ ഉരുട്ടി അത് താഴ്ത്തു പോകും. ഞാനിതെന്താ ഇയാളുടെ സാറിന്റെ വീട് കാണിച്ചതെന്ന് പറയാതെ ഈ താഴ്ത്തു വന്ന് ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് നോക്കിയപ്പോഴാണ് മുകളിലായിട്ട് സ്റ്റാലിയുടെ വീട് ഇരിക്കുന്നത്. അവിടെ ഒരു പുരയെത്തി വീട് കണ്ടു. എന്തൊരു ആശ്വാസമായി. നേരെ ഓടിക്കേറി പടി കയറി ചെന്ന് വീട്ടിനകത്ത് വീട്ടിൽ കയറി അവിടെ വിളിച്ചു സ്റ്റാലി എന്ന് വിളിച്ചു. എല്ലാരും കഥ തുറന്ന് ലൈറ്റിട്ട് കഥ തുറന്ന് നോക്കുമ്പോൾ നേരത്തെ പൊളിച്ച് നിൽക്കുന്ന ഞാനിങ്ങനെ ചോദിച്ചത് ഈ സമയത്ത് അത് കണക്കൂട്ടൽ തെറ്റി. ഊരമ്പിലെത്തിയപ്പോഴും വൈകിപ്പോയി. എന്തായാലും വരട്ടെ എന്ന് പറഞ്ഞ് നടന്നു. അപ്പൊ വന്ന വഴിയിലാണ് നിന്റെ അപ്പൻ അതുവഴി സൈക്കിൾ കൂട്ടി കൊണ്ട് വന്നോണ്ടൊരു ധൈര്യമായി. അച്ഛനായോ? അതുകൊണ്ട് അച്ഛന്റെ ആളുടെ എല്ലാം ഞാൻ വരെയായിരുന്നത്. അപ്പൊ എന്റെ അപ്പനെ നിനക്ക് അറിഞ്ഞൂടെ? മുറി കിടന്ന് ഉറങ്ങയില്ലേ? ഇപ്പൊ വാതിൽ തൊട്ടിത്ത സംഭവം പുള്ളി അവിടെ ഇറക്കി വരുന്നത്. അപ്പൊ എന്തായാലും അപ്പൊ ഞാൻ പറഞ്ഞ പക്ഷെ പുള്ളി സൈക്കിൾ ഈ വീടിന്റെ പുറവശത്താണ് ഉരുട്ടിക്കൊണ്ട് പോയത്. എടാ എന്റെ അപ്പ ഇതാ കിടക്കുന്ന, നിന്റെ കൂടെ ദൈവം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇതുവഴി ഒരുമാതിരിപ്പെട്ടവര് വരില്ല. അപ്പൊ എന്തായാലും നീ ഇരുന്ന അദ്ദേഹത്തിന് വെള്ളം എടുത്തോണ്ടാ. അവൻ പോയി ചെന്നൊരു കുറെ വെള്ളം എടുത്തോണ്ട് ആ വെള്ളം പുള്ളിക്ക് കുടിച്ച് ഇരിക്കുമ്പോഴാണ് ആ വിൻസെന്റ് സാറ് പതുക്കെ അടുത്ത് കസേര വന്നിരുന്നത്. വല്ലാതെ പേടിച്ചല്ലേ? പേടിച്ചൊന്നുമല്ല സാർ, പേടിയൊന്നുമില്ലായിരുന്നു. പറയുന്നെങ്കിൽ എന്റെ ഉള്ളിൽ പേടിയായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് ഇപ്പം സാറെന്ന് വിചാരിച്ചാണ് ഞാൻ കൂടെ വന്ന. പിന്നെ ഈ സമയത്ത് ഈ സൈക്കിൾ ഉരുട്ടിക്ക് വന്ന വയസ്സൻ അത് ആരെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴാണ് വിൻസെന്റ് സാറ് പറയുന്നത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കമ്പൗണ്ടർ സാറ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വീട്ടിൽ തന്നെയാണ് ആശുപത്രി. ഇനി ഇവിടുത്തെ ഈ നാട്ടിലെ ആർക്ക് എന്ത് അസുഖം വന്നാലും അദ്ദേഹത്തിന്റെ മരുന്ന് കൊടുത്താൽ മതി, സുഖം. അതുമായിട്ട് എല്ലാവർക്കും അറിയാം. വീട്ടിൽ നിന്ന് വരാൻ വയ്യാത്തതാണെങ്കിൽ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടെ വരും. പണ്ടൊരു മോട്ടോർ ഘടിപ്പിച്ച ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അത് ചീറ്റതിന് ശേഷം ഒരു റാലി സൈക്കിള് മരുന്ന് പെട്ടിയും വെച്ച് കെട്ടി വീട്ടിൽ വന്ന് മരുന്ന് കൊടുക്കും. പൈസ കൊടുത്താലായി ഇല്ലെങ്കിലായി അത് കുഴപ്പമില്ല. അത്ര ആളുകൾക്കെല്ലാം ഈ കമ്പൗണ്ടർ സാറെന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെയാണ്. അത് എന്ത് മരുന്ന് കൊടുത്താലും അവർക്ക് ആശ്വാസം. അങ്ങനെ ഒരു മനുഷ്യൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മനുഷ്യനാണ് അദ്ദേഹം. കുറെ നാൾ കഴിയുമ്പോൾ മുമ്പാണ് അദ്ദേഹം മരിച്ചത്. അത് കാരണം ഈ ഇദ്ദേഹത്തിന് പ്രായമായപ്പോഴേ 30 വയസ്സൊക്കെ കണ്ണ് മരുന്നിന്റെ പേരൊക്കെ വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോഴേ നാട്ടുകാരെല്ലാവരും കൂടെ വിചാരിച്ച് എന്നാൽ അദ്ദേഹത്തിന് ഒരു സഹായിയെ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഒരു 10-25 വയസ്സായുള്ള ഒരു പെണ്ണിനെ കൂടെ കൊണ്ട് ഈ സഹായിയായിട്ടും ഭാര്യയെ പോലെ കൊണ്ട് ആക്കി കൊടുത്താണ്. ഒറ്റയ്ക്ക് അവസ്ഥ വീട്ടിലെ ഭാര്യ മരിച്ചു.
പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ആളുകൾ വിചാരിച്ച പോലെ കണക്കൂട്ടൽ തെറ്റിപ്പോയി. ആ സ്ത്രീ മരുന്നൊക്കെ പഠിക്കുകയെങ്കിൽ ചെയ്തു. പക്ഷെ അവരുടെ ചികിത്സ അവിടുത്തെ നാട്ടിൽ കുറെ ചെറുപ്പക്കാരിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഛർദിച്ച് കമ്പൗണ്ടർ സാർ മരിച്ചു. പക്ഷെ ആ ഛർദിയിൽ കഴിച്ച ഒരുപാടത്ത് പൂച്ചയും മരിച്ചപ്പോഴാണ് ആളുകൾക്ക് സംശയമായത്. എന്തായാലും വളരെ താമസിച്ചിട്ട് കുറെ ഒരു ദിവസം നോക്കിയപ്പോൾ ആശുപത്രിയും കെട്ടിടവും മുഴുക്ക ചത്തി ചാമ്പലായി കിടക്കുന്നു. അതിനകത്ത് ഉള്ളിൽ ഒരു സ്ത്രീ. ആ സംഭവം അതോടെ ആ വീടൊക്കെ തീർന്ന്. പക്ഷേ ഇന്നും വീടുകളിലെത്തി കമ്പൗണ്ടർ സാറ് ആളുകൾക്ക് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്, അവർക്ക് സുഖമാവുകയും ചെയ്യുന്നത്. അതൊരു അന്ധവിശ്വാസമല്ല, അവരുടെ ഒരു വിശ്വാസമാണ്. കമ്പൗണ്ടർ സാറ് തരും, മരുന്ന് തരും എന്ന് അങ്ങ് വിചാരിക്കുകയാണ് അവര്. അങ്ങനെ ഒരു മനുഷ്യനിവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതല്ലാതെ ഈ കമ്പൗണ്ടർ അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കുളത്തിനടുത്തൂടെ വന്ന് അവിടെ എന്താ കുഴപ്പം ചോദിച്ചു പറയണം. ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധന്മാര് മുതലെടുക്കുന്നതാണ്. ഇവിടുത്തെ ആളുകളെയൊക്കെ പേടിപ്പിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് ഇവിടെ. കുളമാണ് അവർ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഈ ആളുകളെല്ലാം പേടിപ്പിച്ചിട്ട് അതിനെതിരെ പ്രവർത്തിച്ച പലരും നിരാശരായി മടങ്ങുക, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം മതിയാക്കി പോവുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവരുടെ ഭീഷണി അത്രയ്ക്കാണ്. അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുടെ കേന്ദ്രമാണ്. അല്ലാതെ അവര് പ്രചരിപ്പിക്കുന്നതായാലും എന്തായാലും അതൊരു ആളുകൾ എന്തായാലും അല്ലാതെ പോവില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ചുറ്റും അത് ഇവരാണ് അതിന്റെ ആളുകൾ എന്നുള്ളതാണ് അറിയാം. എങ്കിലും അവരുണ്ടാക്കി വിടുന്ന ഈ കൊലാരങ്ങളായിട്ട് ആളുകൾ പേടിച്ചു പോകാണ്ട് ആരും പുറത്തിറങ്ങാറില്ല. അതായത് സാറിന്റെ മുന്നേ പോയത് കോമ്പൗണ്ടർ പലയുടെ മുകളിലിരുന്നത് ആ സ്ത്രീയാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ അവരുടെ അന്ധവിശ്വാസത്തിൽ അവർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അവിടെ അങ്ങനെയുള്ള സ്ഥലമായിരിക്കാം, പ്രേതങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരിക്കാം. നമുക്കത് പ്രശ്നമല്ലല്ലോ. പക്ഷെ ഈ സൈക്കിള് ഓടിക്കൊണ്ട് വന്ന ആള് കമ്പൗണ്ടർ സാറായിരിക്കാം എന്ന് വിശ്വസിക്കാനേ കഴിയുള്ളൂ. കാര്യം അല്ലെങ്കിൽ പിന്നെ വഴി തെറ്റിയത് തന്നെ ഈ സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നല്ലോ. അപ്പൊ ആ ആളായിരിക്കും എന്ന് വിൻസെന്റ് സാറിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഞാൻ ആശ്വസിച്ച് ചിലപ്പോ അതായിരിക്കും. എന്തായാലും വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞോണ്ട് നോക്കിയപ്പോഴാണ് വീട്ടിലാരും മൊത്തം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ വിൻസെന്റ് സാർ എന്നെ വിളിച്ചു പറഞ്ഞു, ഈ എല്ലാരും ചെന്ന് കിടന്ന് ഉറങ്ങാം, സാറ് ഉറങ്ങട്ടെ, രാവിലെ ഇരിക്കാറുള്ളല്ലേ. അങ്ങനെ ഒരു പ്രേതാനുഭവമായി നമ്മുടെ ഗിൽബർട്ട് സാർ. എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രേതാനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്കെന്താ തോന്നുന്നത്? പാതിരാത്രി കള്ളനെയും തിരക്കി ഒരു കേസിൻ്റെ അന്വേഷണവുമായി തനിച്ച് അന്യമായ വളരെ വിജനമായ ഒരു ഇടത്തുകൂടി സഞ്ചരിച്ചു പോയ ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്തു പോന്നിരുന്ന ഗിൽബർട്ട് സാറിൻ്റെ അനുഭവ കഥയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോൾ ഏതൊരു പാതിരാത്രി സമയത്തും വിജനമായ സ്ഥലത്തുകൂടി പോകുമ്പോഴും അവിടെ ചില ക്ഷുദ്രജന്തുക്കൾ അവർ രാത്രിയാവുമ്പോൾ തലപൊക്കുമെന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം അനുഭവം എന്ന രീതിയിൽ സൈക്കിൾ ഓടിച്ചു വന്ന മനുഷ്യനും അതേപോലെ തന്നെ പനയുടെ മുകളിലിരുന്ന സ്ത്രീയും അവരൊക്കെ ആരായിരിക്കുമോ ആവോ. നമുക്ക് കഥയിൽ പഴുതില്ല എന്ന രീതിയിൽ നമുക്കത് വിട്ടുകൊടുക്കാം അല്ലേ. അപ്പോൾ നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തണം. ഓക്കെ, ഇതൊരു ഒഫീഷ്യലായിട്ട് ക്രൈംബ്രാഞ്ചിൽ വർക്ക് ചെയ്ത് പോന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കേസ് ഡയറിയുടെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. ഓക്കേ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഫുൾ സപ്പോർട്ട് നിങ്ങളാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സീ യു അഗെയിൻ.